കുഞ്ഞൻ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇടാൻ വൈകിയതിന് കാരണങ്ങളുണ്ട്. നമ്മുടെ ക്യാമറാമാന്റെ കൈക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആള് കൈ വെച്ചിരിക്കുമായിരുന്നു. കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഒരു ചെറിയ ഓലയിൽ തൂങ്ങിയതാണ്. ഓലമടയിൽ തൂങ്ങിയപ്പോൾ ഒരു 3 സ്റ്റിച്ചിനുള്ള ഓലയുടെ ഈർക്കിലേക്ക് കുത്തി കയറി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെറുതായിട്ട് വന്ന് കയറി സ്റ്റിച്ചും ഒക്കെ ഇട്ട് ഡോക്ടർ വിട്ടു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പിടിക്കാൻ താമസിച്ചത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നല്ല. ഓരോന്നോരോന്നായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓരോ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി പറയുകയാണ്, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. കുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും പറഞ്ഞു തരിക, ഞാനത് അനുസരിച്ചോളാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ. ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പറയാം. പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ, പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ, വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര്, വാനില ചെടിയേ വാനോളം വളര്. ഒരു മാങ്ങ പറിക്കാൻ നന്ദൂട്ടിനെ മാവ കയറ്റിയാണ്. അവൻ പറിച്ച് ഇട്ട മാങ്ങയാണ് ഇതെല്ലാം കൂടി. ഇതിൽ പഴുത്തതും ഉണ്ട്, പച്ചയുണ്ട്. പച്ച മാങ്ങ എടുത്ത് നമ്മൾ കരിഞ്ഞ് മാങ്ങാക്കറി ഉണ്ടാക്കി ചക്കപ്പുഴുക്കും കട്ടൻ ചായയായിട്ടും നമുക്ക് കാണിക്കാമേ. ഞങ്ങൾ ചക്ക എടുത്ത് വെക്കാൻ പോണേ. അരിഞ്ഞ് വറുത്തൊക്കെ വെച്ചു. അപ്പോൾ ഉപ്പും വെള്ളവും ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ കലക്കി അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അടുത്ത അരപ്പിട്ട് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. ഇതിപ്പോൾ ചക്ക, ഉപ്പ്, വെള്ളം, ഇതിൻ്റെ കൂടെ ഒരു ലേശം മഞ്ഞപ്പൊടി തേങ്ങ അരയ്ക്കാൻ നമ്മൾ ഇടും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ശകലം ചേർക്കാനാണ് കേട്ടോ. ഒരു കളറുണ്ട്. ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുടയുവേ. മുറി കയറുമ്പോൾ താഴേക്ക് ഇരുന്നോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കിൻ്റെ അരപ്പുണ്ടാക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. തേങ്ങ, ശകലം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത്രയും സാധനമായിട്ട് നമ്മളിപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. എന്നിട്ട് പുഴുക്കുണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങൾ കാണിക്കാമേ. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കും മാങ്ങാക്കറിയും കട്ടൻ ചായയും റെഡിയായി. ഓക്കെ. എല്ലാവരും ഓർക്കും ചക്കപ്പുഴുക്കിൻ്റെ ബീഫ് കറി നല്ലതല്ലേ? പക്ഷെ നല്ലതാണ്. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ബീഫിന് ഒരു മാർഗവും ഇല്ല. ബീഫ് മേടിക്കാനും പറ്റിയില്ല. ഇപ്പം തലയാളിപ്പറമ്പിൽ ബീഫ് ഇല്ല എന്ന് വേണം പറയാൻ. ആവശ്യം അങ്ങനെയുള്ളതല്ല. പോത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാം. അതിവിടെ ഇപ്പം കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ എളുപ്പ വഴിയിൽ മാങ്ങ കുറച്ച് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കി ചക്കയും പുഴുങ്ങി കട്ടൻ ചായ, ആവി വറക്കുന്ന കട്ടൻ ചായ, ബാക്കി പിന്നാലെ. ഓക്കെ.